I magnify the Almighty God for this wonderful evening. ഈ മനോഹരമായ സന്ധ്യയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. We have the grace and freedom that the Lord has provided for us to gather in this manner in this desert once again. ഈ മരുഭൂമിയിൽ ഈ നിലയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട് വലിയവനായ ദൈവം വലിയ സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിരിക്കുന്നു. Now, as given to me the time to explain from the book of Zephaniah, we have been looking at how the prophet Zephaniah is reaching out to a group of rebellious people. മറുതലിച്ച് നിൽക്കുന്ന ഒരു ജനത്തിന് നേരെ സെഫന്യാവ് എങ്ങനെയാണ് ദൈവം അവരോട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. More than that, we also examined what is this purpose even for our practical life day to day. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇതിന് എന്ത് ആണുള്ളത് എന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. Dear believers, Zephaniah is a reminder God has hidden His grace even in a time when there are sin and atrocities around us. പാപപങ്കിലമായ ഒരു സമയത്ത് ദൈവം തൻ്റെ കൃപയെ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സെഫന്യാവിലൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. The joy which we can understand here is how is God is gracious to people like us. എങ്ങനെയാണ് ദൈവം നമ്മെപ്പോലെയുള്ള ജനത്തോട് കരുണയുള്ളവനായിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. More than that, we can also recognize how the mercy of God, which does not exhaust, the mercy of God is there for each and every believer who is coming to God in faith over here. വിശ്വാസത്തോടെ ദൈവത്തിൽ കടന്നു വരുന്ന ഏവർക്കും ദൈവത്തിൻ്റെ കരുണ ധാരാളമായി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. So what is it that we understand from Zephaniah even this evening, that is God restores His people over here. ദൈവം തൻ്റെ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് ഇതിലൂടെ ചിന്തിക്കുവാനായിട്ട് കഴിയും. And when God restores His people, we understand how He is merciful even when He brings us closer to Him. ദൈവം തൻ്റെ ജനത്തെ തന്നോട് ചേർത്ത് നിർത്തുമ്പോൾ താൻ എങ്ങനെയാണ് അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. Now why does God has to make us draw closer to Him? എന്തുകൊണ്ട് ദൈവം തൻ്റെ ജനത്തെ തന്നോട് ചേർത്ത് നിർത്തണം? Dear believers, one of the major reasons we see is how He loves us, we understand. താൻ എങ്ങനെയാണ് നമ്മെ സ്നേഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് അതിലൂടെ കാണുവാൻ കഴിയും. Now what did we learn in the last class? I'll brush through a small summary and then we'll go into today's session. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചത് എന്താണ് എന്ന് വേഗത്തിൽ ചിന്തിച്ചതിന് ശേഷം മുമ്പോട്ട് കടന്നു പോകാം. Now firstly we understood how God's chosen people, the children of God, are defiled because of their rebellion in chapter 3. മറുതലിച്ചതുകൊണ്ട് ദൈവം തൻ്റെ ജനം എങ്ങനെയാണ് തങ്ങളെ തന്നെ മലിനീകരിച്ചത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാനിടയായി. Previous to chapter 3 we understood the enemies of the children of God are punished over there. കഴിഞ്ഞ അധ്യായത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ ശത്രുക്കളെ ദൈവം ശിക്ഷിക്കുന്നു എന്നുള്ളത്. But now when the children of God are receiving this message, they are now hurt over here. എന്നാൽ ദൈവജനം ഈ സന്ദേശം ലഭിക്കുമ്പോൾ അവർക്ക് വലിയ മുറിവുണ്ടാകുകയാണ്. And God's discipline is still not compelling them to change over here. ദൈവത്തിന്റെ ശിക്ഷണ നടപടികൾ പിന്നെയും അവർക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയാകുന്നില്ല. And God is elaborating, why are you not changing over here? നിങ്ങൾ എന്തുകൊണ്ട് മാനസാന്തരപ്പെടുന്നില്ല എന്നുള്ളതാണ് ദൈവം അവരോട് ചോദിക്കുന്നത്. It is because they are a disobedient group of people who are lacking trust in God over there. അവര് അനുസരണയില്ലാത്ത ദൈവത്തിൽ ആശ്രയമില്ലാത്ത ഒരു ജനമായി തീർന്നിരിക്കുന്നു. And again there God is elaborating, it is not about you also, it is about your leadership. Your leadership have failed over there. അത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ നേതൃത്വത്തിലുള്ളവരും അത്തരത്തിൽ പരാജയപ്പെട്ടു പോയി എന്ന് പറയുകയാണ്. The people whom I have appointed for mediation, that is the priest, also have dishonored me. പുരോഹിതന്മാരും അത്തരത്തിൽ എന്നെ നിന്ദിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുകയാണ്. And when Zephaniah begins this new picture over here, he starts by reminding God is faithful even when his people are not faithful over there. ജനം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനായി നിൽക്കുന്നു എന്നുള്ളത് സെഫന്യാവ് ഇവിടെ എടുത്തു കാണിക്കുകയാണ്. But when again Zephaniah concludes over there in Zephaniah chapter 3 verse 6 to 7, God's discipline, even though it is for the betterment, it is not producing fruits. He is broken over there. That's what we see over there. മൂന്നാമത്തെ അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ നാം കാണുന്നത് ദൈവം അവരെ മടക്കി വരുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും it's not fruitful. അത് ഫലം കാണുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. And after that Zephaniah begins with the Lord's heart over there. Therefore wait for me, declares the Lord.
ദൈവം പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സെഫന്യാവ് താഴോട്ട് എഴുതുകയാണ്. Now, please understand, this is not a polite way of saying over there. This is an angry tone over here. ഇവിടെ കോപത്തോടെയാണ് ഇത് പറയുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. And in this angry tone, we should understand first of all how is God is starting to restore His people over there. ദൈവം തന്റെ ജനത്തെ എങ്ങനെയാണ് യഥാസ്ഥാനപ്പെടുത്തുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. Dear believers, when we pay attention to these words of God, this is where God's anger is not controlled. He is again, indignation is growing over here. ഇവിടെ ദൈവത്തിന്റെ കോപം അധികമായി വർദ്ധിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. And in this growing of anger, which we read over here, therefore wait for me, declares the Lord, I am rising up. Indeed, my decision is to punish every nation who are against you over there. നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ജനത്തെ ഞാൻ ഛേദിച്ചു കളയും എന്നുള്ളതാണ് ദൈവം ഇവിടെ പറയുന്നത്. So what is God teaching through Zephaniah over here? സെഫന്യാവിലൂടെ എന്താണ് ദൈവം പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്? Here restoration starts only with the mighty God over here. ഇവിടെ ദൈവത്താൽ മാത്രമേ യഥാസ്ഥാനം സാധ്യമാകുകയുള്ളൂ. And two things which we are going to learn from here is, ഇവിടെ നിന്ന് രണ്ട് കാര്യം നാം പഠിക്കുവാൻ പോകുന്നത്. as we recall, the subject is spiritual maturity and blessings in our entire study over here. ഇതിന്റെ തലക്കെട്ട് എന്നുള്ളത് ആത്മീക പക്വതയും അനുഗ്രഹങ്ങളും എന്നുള്ളതാണ്. And in that we realize when God is punishing the enemies, He is bringing us to a place of prominence, and He is also blessing us to move forward in His kingdom over here. ദൈവം തന്നെ ആ ജനത്തെ ശിക്ഷിക്കുമ്പോൾ തന്നെ അവരെ വീണ്ടെടുക്കുകയും അവർക്ക് അനുഗ്രഹങ്ങളെ നൽകുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Till chapter 3 verse 8 we are not excited regarding what is God doing over here. 3-ാം അധ്യായം 8-ാം വാക്യം വരെയും ദൈവം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ ഉത്സാഹമില്ല. But when we start from chapter 3 verse 9, the picture changes about how God is starting to work over here. എന്നാൽ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വലിയൊരു മാറ്റം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. He is reminding the people of God, He is reminding His children, God is reminding His children what is the significance of getting closer with Him. ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ദൈവം തന്റെ ജനത്തെ അറിയിക്കുകയാണ്. The importance of getting closer to Him starts by repentance over here. ഇവിടെ മാനസാന്തരത്തോടു കൂടിയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള കാര്യം ദൈവം പറയുന്നത്. If repentance is not there, മാനസാന്തരം ഉണ്ടാകുന്നില്ല എങ്കിൽ, if our life is not able to get closer with God over here, നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഇടയാകുകയില്ല. The Lord is very clear in indicating what is the significance. If you are not coming closer, you are going to be burned by my anger over here. നിങ്ങൾ എന്നോട് ചേർന്ന് വരുന്നില്ല, അടുത്ത് വരുന്നില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ ക്രോധത്താൽ നശിച്ചു പോകും എന്നുള്ള ദൈവം പറയുകയാണ്. So God is reminding the people with 6 important lessons. That is what we are looking from this class till the next, as the Lord permits in our time. ഇതിൽ നിന്നും 6 പ്രത്യേകമായ കാര്യങ്ങളാണ് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. So God starts by reminding in 3 verse 9. I will request a support of someone in Malayalam. There we read the restoration starts by our lips over here. 3-ാം അധ്യായം 9-ാം വാക്യം ആരെങ്കിലും വായിക്കാൻ താല്പര്യപ്പെടുന്നു? So, thank you, uncle. Now, the lesson of here, we recognize importance to be purified over here. ഇവിടെ നിർമ്മലതയോടെ ജീവിക്കുവാനുള്ള ഒരു ആവശ്യം നമുക്ക് കാണുവാൻ കഴിയും. Now, being purified, how does it start with our mouth? Isn't it supposed to be with our actions over here? അത് നമ്മുടെ വായിൽ നിന്നും എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ പ്രവൃത്തിയിലൂടെയല്ലേ അത് സാധ്യമാകേണ്ടത്? It is where Jesus reminds over there, unless you get closer to me by confessing with your mouth, you are not able to even purify your actions, your body also over there. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ മാനസാന്തരത്തെ ഏറ്റു പറയുന്നില്ല എങ്കിൽ നിങ്ങൾ if you are not able to say it with your mouth and get closer to me, your heart, your actions, nothing will be done possible. നിങ്ങളുടെ പ്രവൃത്തികൾ അതിന് യാതൊരു പ്രയോജനമില്ലാതായി തീരുകയാണ്. Do we recall this in somewhere in the book of Romans over there? ഇത് നാം റോമാലേഖനത്തിൽ ഇത് കാണുന്നില്ലേ? Romans chapter 10, Apostle Paul clearly says, if you confess with the mouth, Jesus is your Lord, then you will be saved over there. റോമാലേഖനം 10-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ നാവിനാൽ കർത്താവിനെ ഏറ്റുപറയുന്നുവെങ്കിൽ നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും. So what is the God imparting over here through prophet Zephaniah over here? സെഫന്യാവിലൂടെ എന്താണ് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത്? The children of God should not only have in their lips, it should be in their transformation over there. അവരുടെ വായിൽ മാത്രമല്ല, അവർക്ക് വലിയൊരു മാറ്റം അവർക്കുണ്ടാകണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. You can come closer to me by showing many things, but if your heart is not in the correct place, you are not closer with me, you're far away from me. അനേക കാര്യങ്ങളെ പ്രവർത്തിച്ചുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതായിട്ട്
അങ്ങനെ ചിന്തിക്കുവാൻ കഴിയും, എന്നാൽ നിങ്ങളുടെ ഹൃദയം വളരെ അകലെയായിരിക്കുന്നു. And that's where this reference of purification is a reminder. It should start with clean, not just clean language. It is about reminder of how purity is important over here. നിർമ്മലമായ അധരങ്ങൾ എന്ന് പറയുമ്പോൾ എത്രമാത്രം നിർമ്മലതയോടെ ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. Now, when does purification happen in our Christian life? നമ്മുടെ ആത്മീക ജീവിതത്തിൽ എപ്പോഴാണ് അത്തരത്തിലൊരു നിർമ്മലീകരണം ഉണ്ടാകുന്നത്? It happens when we are forgiven and repentant over there. നാം ക്ഷമിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു മാനസാന്തരം സംഭവിക്കുമ്പോഴാണ് അതുണ്ടാകുന്നത്. If we are not having this area of characteristics in our life, we are not able to live as a believer over there. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എങ്കിൽ ഒരു വിശ്വാസിയായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. It can be we can show people about our purification with our outward appearance. നമ്മുടെ പുറമേയുള്ള ജീവിതം കൊണ്ട് ഒരുപക്ഷെ നമുക്ക് അങ്ങനെ മറ്റുള്ളവരെ കാണിക്കുവാൻ കഴിയും. But let me remind you, what does the Lord do? It is the Lord who brings purification to you. അത് ദൈവമാണ് നമുക്ക് നമ്മെ നിർമ്മലീകരിക്കുന്നത്. If the Lord does not bring purification to our life, ദൈവം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ it is the area of sin that man shows in purification, and that will be contamination over there. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ പാപമായിട്ട് നിൽക്കുകയാണ്. Please remember, purification starts by first calling on Yahweh and worshiping with their lives over there. ദൈവത്തെ വിളിക്കുന്നതിലൂടെയാണ് അതിന്റെ ആദ്യ പടി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. So there is God's grace, a reminder how to respond over here. ഇവിടെ ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് എങ്ങനെ അതിനോട് പ്രതികരിക്കുവാൻ കഴിയും എന്നുള്ളത് കാണിക്കുന്നത്. And when we respond by repenting, there is the purpose as a community, they are coming closer to God over here. അങ്ങനെ അനുതാപത്തോട് കടന്നു വരുമ്പോൾ ഒരു സമൂഹമായിട്ട് അവർ ദൈവത്തോട് ചേർന്ന് വരികയാണ്. Now what was the problem in the life of people of Judah? യൂദയിലെ ജനങ്ങൾക്ക് എന്താണ് പ്രശ്നമായിട്ടുണ്ടായിരുന്നത്? Now starting with the leadership over there. അവിടെയുള്ള നേതൃത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ Now my attention was looking at what were the different areas where they failed over here. അവർ പരാജയപ്പെട്ട മേഖലകൾ ഏതൊക്കെയായിരുന്നു? The leadership had one attention only to increase the riches over there. അവരവരുടെ സമ്പാദ്യം കൂട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു നേതൃത്വത്തിലുള്ളവർക്ക് ആഗ്രഹമായിട്ടുണ്ടായിരുന്നത്. The priests were not about mediating to God, they were only trying to grow in their own lifestyle over there. പുരോഹിതന്മാരും അവർ മധ്യസ്ഥരായിട്ട് നിൽക്കുകയില്ല, അവർക്ക് സ്വയമായിട്ട് ഉയരുവാനായിട്ട് അവർ ശ്രമിച്ചു. The people of God wanted to do something and then get out of the temple and live their own life over there. അവിടെയുള്ള ജനവും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആലയത്തിൽ നിന്ന് പുറത്തു പോകുവാനായിട്ട് ആഗ്രഹിച്ചു. So each area of life is not about reaching to God, it is going away from God slowly over there. അതിലൂടെ ദൈവത്തോട് അടുത്തു വരിക എന്നുള്ളതല്ല, അതിനപ്പുറമായിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. So the children of God, where is the commitment? That is what the Lord is looking at over here. ഇവിടെ ദൈവം ചോദിക്കുകയാണ്, എവിടെയാണ് നിങ്ങളുടെ സമർപ്പണമുള്ളത്? So in our Christian life, what we can learn from this passage is, do we have a commitment as a Brethren Christian Assembly of Abu Dhabi over here? അബുദാബിയിലെ ബ്രദറൻ സഭ എന്നുള്ള നിലയിൽ നമുക്കൊരു ദൈവത്തോടൊരു കടപ്പാടുണ്ടോ? Even we say that, are we able to focus in each areas of our believers' life over here? നമ്മുടെ വിശ്വാസികളുടെ എല്ലാ മേഖലകളിലും നമുക്ക് കരുതുവാൻ കഴിയുന്നുണ്ടോ? Are we able to carry with that single purpose every day when we walk into these assembly halls? അങ്ങനെ ഒരു ചിന്താഗതിയോടെ നമുക്ക് ഈ ആലയത്തിലേക്ക് കടന്നു വരുവാൻ കഴിയും. Are we encouraging our youngsters to see Christ over here? നമ്മുടെ യുവാക്കന്മാരെ കർത്താവിനെ കണ്ടെത്തുവാനായിട്ട് അത് മുഖാന്തരം ഇടയാകുന്നു. Are we enabling our believing community over here to grow closer to God over here? വിശ്വാസികൾ ദൈവത്തോട് believing community. വിശ്വാസികൾ ദൈവത്തോട് അടുത്ത് വരുവാനായിട്ട് അത്തരത്തിൽ നമുക്ക് നാം അവരെ ഉത്സാഹിപ്പിക്കുന്നുണ്ട്. Are we enabling the broken hearted and those who say in their testimonies with pain, are they able to draw closer to God over here? ഇവിടെ വേദനയോടെ തങ്ങളുടെ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കുന്നവരെ ദൈവത്തോട് അടുത്ത് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. Let me remind you, when we start to do that with a single purpose, that is where God is working restoration through our life. അങ്ങനെ ഏക ലക്ഷ്യത്തോടെ നാം പ്രവർത്തിക്കുമ്പോൾ ദൈവം ഒരു യഥാസ്ഥാനത്തെ നമുക്ക് നൽകുകയാണ്. But more than that, let me also take our attention to what is the repentance that God is looking at from our Christian life. ദൈവം ആഗ്രഹിക്കുന്ന ആ മാനസാന്തരം ഏത് നിലയിലാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. Because repentance is far more greater in the eyes of God than in the eyes of man over here. ആ മാനസാന്തരം എന്നുള്ള ദൈവത്തിന്റെ കണ്ണുകളിൽ മനുഷ്യനേക്കാൾ അധികമായിട്ട് ഇരിക്കുന്നു. Now the reason when I say that, in the last Sunday there was a person who approached me from outside.
കഴിഞ്ഞ ഞായറാഴ്ച ഒരു വ്യക്തി എന്നെ സമീപിക്കുകയുണ്ടായി. And this person said, I want to confess out my sin in front of you. നിങ്ങളുടെ മുമ്പാകെ എൻ്റെ പാപത്തെ ഏറ്റുപറയുവാൻ ഞാൻ He ആഗ്രഹിക്കുന്നു. was a Roman Catholic. താനൊരു റോമൻ കത്തോലിക് വിശ്വാസിയാണ്. Up front I said, we do not entertain such practices in this church. അങ്ങനെ ഒരു പതിവ് ഞങ്ങൾക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. And more than that, he started to listen to what the word has to be shown in front of him over there. അവിടെ എന്താണ് വാക്യമായിട്ട് പറയാനായിട്ട് ഉള്ളത് എന്ന് ഞാൻ ചിന്തിച്ചു. And there I started to share the gospel also with him. തന്നോട് ഞാൻ സുവിശേഷം പങ്കുവച്ചു. And when he heard the gospel, he understood his problems are to be solved with God and not with any man over there. ഞാൻ സുവിശേഷം പങ്കുവച്ചപ്പോൾ തന്റെ പ്രശ്നം ദൈവത്തോട് ആണ് പറഞ്ഞു തീർക്കേണ്ടത്, മനുഷ്യനോടല്ല എന്ന് തനിക്ക് ബോധ്യപ്പെട്ടു. So there should be no mediator of a manly person over there. It should be God through Jesus Christ. A man should be able to reaching God over there. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി ഒരു വ്യക്തി ദൈവത്തോട് അടുത്ത് വരണം എന്ന് മനസ്സിലാക്കുവാനിടയായി. Now why is God very particular about repentance? എന്തുകൊണ്ടാണ് ദൈവം മാനസാന്തരത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നത്? Let me turn your attention to a portion from the Gospel of Luke chapter 15 verse 3 to 7 over there. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. Now there we understand there is Jesus over there, how Jesus is reminding the people about repentance. There is a joy in heaven and there it is a celebration over there. ഇവിടെ മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗ്ഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Now the Pharisees always loved only their position over there. പരീശന്മാർ തങ്ങളുടെ സ്ഥാനങ്ങളെ മാത്രം ആഗ്രഹിച്ചു. But here we understand Jesus reminding repentance is about finding your value in the sight of God and not in the sight of man over here. ദൈവം മുമ്പാകെ അവരുടെ വില എത്രമാത്രം അധികമാണ് എന്നുള്ളതാണ് ദൈവം അതിലൂടെ നോക്കുന്നത്. Can I have someone to please support us by reminding us the 15 verse 7 over there? 15-ാം അധ്യായം 7-ാം വാക്യം. So number one, the value of a person is in the eyes of God is far priceless more than the eyes of man. That is number one thought in repentance which we can see over here. മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തിന് അവനെക്കുറിച്ച് അധികം സന്തോഷമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Now what is the problem when man sins? Why does he expect someone to have a confessor, or why does he expect to have a mediator over here? ഇവിടെ ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു മധ്യസ്ഥൻ ആവശ്യമായിട്ട് വരുന്നത് എന്ന് ചിന്തിച്ചാൽ, because he is believing, oh, I can relieve my burden in front of him and I will be more precious in his sight. I can favor him, so God will be appreciating me over there. ആ വ്യക്തിയുടെ മുമ്പാകെ എൻ്റെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ ഒരുപക്ഷെ ദൈവസന്നിധിയിൽ എനിക്ക് നീതി ലഭിക്കും എന്ന് താൻ ചിന്തിക്കുക. But here is the clear answer, a reminder, it is in the eyes of God you are valuable when you are repenting over there. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന നാം മാനസാന്തരപ്പെടുമ്പോൾ ദൈവസന്നിധിയിലാണ് നാം വിലയുള്ളവരായി തീരുന്നത്. Coming down to 15 verses 9 and 10 over there. 9-10 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, repentance bring joy to the Almighty God over there. മാനസാന്തരം എന്നുള്ളത് ദൈവത്തിന് വലിയ സന്തോഷം നൽകുന്ന വിഷയമാണ്. There we understand the lady who loses her coin and there she celebrates together over there. ഇവിടെ തന്റെ ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയ ആ സ്ത്രീ അത് ലഭിച്ചപ്പോൾ വലിയ സന്തോഷം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. Now why is this lady disappointed and why does she celebrate when she receives that coin? എന്തുകൊണ്ടാണ് തനിക്ക് വലിയ വിഷമമുണ്ടായതും എന്തുകൊണ്ടാണ് അത് കണ്ടുകിട്ടിയപ്പോൾ വലിയ സന്തോഷമുണ്ടായതും? Because when she loses the coin, it is also a reminder she is unfaithful, a woman who is committed in a marriage according to a Jewish custom over there. യഹൂദ നിയമപ്രകാരം ബന്ധത്തിലേക്ക് ഏർപ്പെടുവാൻ പോകുന്ന ഒരു സ്ത്രീക്ക് അതൊരു വലിയ കാര്യമായിട്ടിരിക്കുന്നു. And when a woman who finds it, she learns to remind her, I am faithful to my husband, so she celebrates about a joyful marriage over there. അത് കണ്ടുകിട്ടുമ്പോൾ താൻ തന്റെ ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് വലിയ ആഘോഷമായിട്ട് അത് കാണുന്നത്. So repentance is like a woman. That is where the passage is comparing the joy of God when God finds a sinner like that over there. ഇവിടെ നാം കാണുന്ന ദൈവം അത്തരത്തിൽ സന്തോഷിക്കുന്ന താൻ ഒരു പാപിയെ കണ്ടെത്തി എന്നുള്ളത് കൊണ്ടാണ്. And coming down to the third area where even when sin destroys our life, there is God restoring us. That's what we remember through the prodigal son over there. ഇവിടെ 15:20. ധൂർത്തപുത്രന്റെ ആ സംഭവ കഥയിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പാപത്തിൽ നിന്ന്
വീണുപോയ ഒരു മനുഷ്യൻ മടങ്ങി വരുമ്പോൾ ദൈവം അത്രമാത്രം സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. Now, what does the son do when he is trying to approach the father? തൻ്റെ പിതാവിനോട് അടുക്കുമ്പോൾ ആ മകൻ എങ്ങനെയാണ് ഇടപെടുന്നത്? I am not worthy of your grace. I am worthy to be your servant over there. താൻ പറയുന്നത് ഞാൻ നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല. But what does the passage remind about the father? While he was still far away, there is the father coming and hugging, embracing and kissing the son over there. ആ പിതാവിനെ കുറിച്ച് നാം കാണുന്നത് താൻ ദൂരത്ത് വെച്ച് തന്നെ ആ മകനെ കണ്ട് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ്. Now the passage is very critical. The words are very serious over there. ഇവിടെ വളരെ വിലയുള്ള വാക്കുകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. I would like to take that portion over there, Luke 15 and 20. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 20-ാം വാക്യം. Uncle, can I have someone to read that for us? Hold on, uncle. While he was still a long way, please remember the son is ugly, he is in a pig shed, and he is coming with all poverty over here. ആ മകൻ ആ പന്നികളോട് കൂടെയായിരുന്നു. അവൻ മടങ്ങി വരുമ്പോൾ ഏറ്റവും ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Now, when we see a person like that from far, what do we do when we normally expect a person like that? അങ്ങനെ ഒരു വ്യക്തിയെ ദൂരത്തു നിന്ന് കാണുമ്പോൾ നാം എന്താണ് സാധാരണയായിട്ട് ചെയ്യുന്നത്? Even if it is our own blood, we'll say, get out from our house only. ഒരുപക്ഷെ നമ്മുടെ സ്വന്തം രക്തമാണെങ്കിൽ കൂടെ നാം ഒരുപക്ഷെ ആ വ്യക്തിയെ തള്ളിക്കളയും. But we understand the father understood the way, the condition, because the father saw the son's condition even before he was sent away, even when he was leaving the house over there. തൻ്റെ ഭവനത്തിൽ നിന്ന് പോകുന്ന അതിനു മുമ്പ് തന്നെ തൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ആ പിതാവ് He കാണുകയാണ്. understood what will the son end up before even he went away from the house. താൻ ഏത് നിലയിലായി തീരും എന്നുള്ളത് ആ പിതാവിന് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. Because the father understood the power of sin that can destroy a believer or destroy a son like that over there. ഒരു മകനെ പാപം എത്രമാത്രം ഇല്ലാതെയാക്കും എന്നുള്ളത് ആ പിതാവിന് നന്നായി അറിയാമായിരുന്നു. Dear believers, this is where repentance is a restoration, because God understood us and God accepts us when we come back to him. ഇവിടെയാണ് നാം മാനസാന്തരപ്പെടുമ്പോൾ ദൈവം നമ്മെ സ്വീകരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. That is where I titled it like this, responding to the grace of God. When God understood what our condition would end up, he accepted us the way we are right away when we come back to him. ഇവിടെയാണ് ദൈവത്തിന്റെ ആ വലിയ കരുണ നാം അതിനോട് പ്രതികരിക്കുമ്പോൾ എങ്ങനെയുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. So it is not only trusting God, now the people should be responding to serve him over here. ഇവിടെ ദൈവത്തെ ആശ്രയിക്കുക മാത്രമല്ല ആ ദൈവത്തെ സേവിക്കുക കൂടെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. And that should be having a single purpose over here. അതിന് ഏക ലക്ഷ്യം മാത്രമാണ് ഉണ്ടാകേണ്ടത്. When we understand the God who saw our condition, let us get closer to him by saying, Lord, thank you. Let us come closer to serving his kingdom over here. ദൈവം നമ്മോട് അത്രമാത്രം കരുണ കാണിക്കുമ്പോൾ നാം ദൈവത്തോട് അടുത്ത് വന്ന് നാം നന്ദിയുള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ്. Now, when coming back to Zephaniah chapter 3 verse 9 over here, there is a reminder, a calling over here to faith and repentance over here. 3-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം അവരെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. When God is calling his people back, God is calling his children to worship him over here. ദൈവം തൻ്റെ ജനത്തെ വിളിക്കുമ്പോൾ അവർ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. Please remember 3 verse 9, all of them may call on the name of the Lord to serve him shoulder to shoulder over here. അവർ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന്. Yeah, so this is a reminder again how we are called to be in unity over here. നാം ഏക മനസ്സോടെ ആയിരിക്കേണ്ടതിന്റെ ആവശ്യം നമുക്ക് കാണുവാൻ കഴിയും. Now, why is God critical, or why is Prophet Zephaniah's words a reminder for this restoration in unity over here? ഇവിടെ എന്തുകൊണ്ടാണ് സെഫന്യാവിന്റെ വാക്കുകൾക്ക് പ്രാധാന്യമുള്ളത്? This is because restoration is not only for an individual, it is again of community purpose over here. യഥാസ്ഥാനപ്പെടുക എന്നുള്ളത് ഒരു വ്യക്തിക്ക് മാത്രമല്ല ആ സമൂഹത്തിന് മുഴുവനായിട്ടുള്ളതാണ്. It is a reminder how people are called to come together over here. അവിടെ ജനം ഒരുമിച്ച് വരണം എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. And from where all? From verse 10 we read, beyond the rivers of Ethiopia, my worshippers, my dispersed ones will bring my offering over there. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് കൂശ് നദികളുടെ അക്കരെ നിന്ന് എൻ്റെ നമസ്കാരികൾ കടന്നു വരണം എന്നുള്ളത്. Dear believers, please understand, when the power of sin scattered from the tower of Babylon we read, this is where God is bringing everyone back in unity over here. ആ ബാബേൽ ഗോപുരത്തിൽ അവിടെ നിന്ന് ചിതറിപ്പോയ ജനം തൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുകയാണ്. A people of
God who comes back with an attitude, with a single worshiping attitude. You are our Lord and we serve you shoulder to shoulder. That is the single purpose over here. അതിൻ്റെ ഏക ലക്ഷ്യം എന്നുള്ളത് അവർ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ്. Not having different agenda over here. യാതൊരു വിധമായ ചിന്താഗതികളും ഉണ്ടാകുവാൻ പാടില്ല. When we come together shoulder to shoulder, we are showing our family attitude over here. നാം തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ ആ ഒരു കുടുംബം എന്നുള്ള നിലയിലാണ് നാം ആയിരിക്കുന്നത്. This family attitude is a reminder, again through the words of Apostle Paul, the body of Christ, very critically explained over there. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ആ ഏക ശരീരം എന്നുള്ളത്. And that's what we remember even in the supper when we gather together. നാം ഒരുമിച്ച് കൂടി തിരുവത്താഴം എടുക്കുമ്പോൾ അത് കാണിക്കുന്നത് തന്നെയാണ്. We practice it very seriously, sharing together from one plate. And through now it says the small glasses, but through one cup we share together. ഒരു പാത്രത്തിൽ നിന്ന് നാം അതിൽ പങ്കാളികളാകുകയാണ്. It is the unity we again disclose to the whole world. We are prophesying about the unity we are in Christ over here. കർത്താവിലുള്ള ഐക്യത്തെയാണ് നാം അതിലൂടെ കാണിക്കുന്നത്. Dear believers, this faith and repentance is a reminder how we are adopted into the family of God and how we enjoy Him over here. ഈ അനുതാപവും മടങ്ങിവരും നാം എങ്ങനെയാണ് ദൈവത്തിന്റെ ആ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത്. So what are we able to enjoy when God restores His people like us over here? ദൈവം തന്റെ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ എന്താണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. We can remember the words of Paul in Romans chapter 4. റോമാലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ കാണുവാൻ കഴിയും. I would request someone to please help us to read for us Romans 4 verses 23 to 25. 4-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. Thank you, Uncle. Now here Apostle Paul compares justification for our life along with the faith of Abraham over here. അബ്രഹാമിന്റെ വിശ്വാസത്തോട് ചേർത്ത് നമ്മുടെ നീതിയെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചും പൗലോസ് പറയുകയാണ്. And here when he reminds us over here, there is some practical reflection we can remember as God restores His people. What are we supposed to do from here? ഇവിടെ നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചില പ്രായോഗിക ചിന്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. Number one, let us never forget justification of our faith is a reminder how we should be coming closer by remembering Jesus who died and was raised for us. നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട കർത്താവിനെ നാം അതിലൂടെ കാണുമ്പോൾ ആ നീതീകരണത്തിന്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. That means we should never forget we are counted righteous in the eyes of God through our great mediator over here. ആ വലിയ മധ്യസ്ഥനിലൂടെ ദൈവം നമ്മെ നീതിമാന്മാരായി കാണുകയാണ് എന്ന് കാണുവാൻ കഴിയും. In the book of Zephaniah, God starts to restore His people. That means God is restoring not by our merit, it is through the merit of the righteousness of our Lord Jesus Christ over here. സെഫന്യാവിന്റെ പുസ്തകത്തിൽ നാം കാണുമ്പോൾ ദൈവം തന്റെ ജനത്തെ നീതീകരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടല്ല, എന്നാൽ ആ വലിയ മധ്യസ്ഥനിലൂടെയാണ്. It is not for his sake only was it written. That means it is not only for Abraham's sake, but it is for our sake, so that we will be credited through Jesus Christ over here. അത് അബ്രഹാമിന് മാത്രമല്ല നമുക്ക് കൂടെ കണക്കിടുവാൻ എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. Secondly, let us never get over the fact we are God's people and we are not just any more strangers in the eyes of God. നാം ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ കഴിയും. So this justification, when Paul says, is a reminder. Justification by faith is not only for us, we are drawn closer by our body together over here. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുമ്പോൾ നാം ശാരീരികമായും ദൈവത്തോട് ചേർന്ന് വരികയാണ്. It is where we remember we are identifying our life with this body together in this desert over here. അത്തരത്തിൽ നാം നമ്മുടെ ശരീരം കൊണ്ടും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് കാണാൻ കഴിയും. Dear believers, when we call ourselves the brethren of this Abu Dhabi, do we mean only a denomination over here?
അത്തരത്തിൽ ബ്രദറൻ എന്ന് പറയുമ്പോൾ ഒരു സഭ മാത്രമായിട്ടാണോ നാം ആയിരിക്കുന്നത്? Do we only mean this is the group of people who are gathering in this, are the special people over here? എങ്ങനെ കൂടി വരുന്നത് ഒരു പ്രത്യേക ജനം എന്ന് മാത്രമാണോ നാം കരുതുന്നത്? Please remember, when we call ourselves the brethren in Abu Dhabi, we are remembering, we are counted righteous, we are giving our identity over here in Christ over here. ഇവിടെ കർത്താവിലുള്ള നമ്മുടെ വ്യക്തിത്വത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് When കഴിയുന്നത്. I say I am a brethren, it is not because of what my dad is following, it is because I show my identity over here. ഇവിടെ നാം ബ്രദറൻ എന്ന് പറയുമ്പോൾ എൻ്റെ പിതാവ് ചെയ്ത എന്തെങ്കിലും കാര്യമല്ല, പിന്നെ എൻ്റെ വ്യക്തിത്വത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് I കഴിയുന്നത്. am standing credited in my righteousness is credited because of my Lord Jesus Christ. That is what Apostle Paul is reminding us this evening. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടിയാണ് എനിക്ക് നീതീകരണം ലഭിച്ചത് എന്നുള്ളത് നമുക്ക് കാണുവാൻ It is കഴിയും. the doctrine of this justification that has shaped my faith and drawing closer to God over here. ആ നീതീകരണമാണ് എൻ്റെ വിശ്വാസത്തിന്റെ ആധാരമായിരിക്കുന്നത്. And I am being brought over here, restored over here from my broken state, because the Lord has brought me from my sinful understanding over here, getting closer to Him. തകർന്ന അല്ലെങ്കിൽ പാപപങ്കിലമായ എൻ്റെ ജീവിതത്തെ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം നീതിമാന്മാരാക്കി തീർത്തു എന്നുള്ളത് കാണുവാൻ കഴിയും. And so the believing community, as a brethren, when we gather here, it is not about our denomination, it is about our identity in our Lord Jesus Christ. അങ്ങനെ നാം ബ്രദറൻ സമൂഹം എന്ന് പറയുമ്പോൾ ഒരു സഭ എന്നുള്ളതല്ല, ദൈവത്തിലുള്ള എൻ്റെ വ്യക്തിത്വമാണ് കാണുവാൻ കഴിയുന്നത്. More than that, Apostle Paul also raises our attention to the blessings of a believing community over here. അത് മാത്രമല്ല, അതിലൂടെയുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചും അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. In verses 7 and 8 of chapter 4, there he quotes from Psalm 32 regarding the words of Psalmist David. What is the blessedness of a believing community? 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന വാക്കുകളാണ് അതിൻ്റെ 7-8 വാക്യങ്ങളിൽ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. Uncle, can I have someone to please read that for us? Now, thank you, Uncle. Now, the word blessedness is a reminder of 4 synonyms. That is, there is a word definition like this. ആ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ 4 വിധത്തിൽ നമുക്ക് അത് ചിന്തിക്കുവാൻ കഴിയും. Number 1, it shows the idea of joy in a believer's life. ഒരു വിശ്വാസിയിലെ സന്തോഷത്തെ നമുക്ക് അതിലൂടെ കാണുവാൻ കഴിയും. It shows the happiness a believer has in the area of struggle over there. പ്രശ്നങ്ങളുടെ മധ്യേയുള്ള തന്റെ സന്തോഷം നമുക്ക് കാണുവാൻ It കഴിയും. is the fulfillment of one's life in Christ again over here. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടിയുള്ള തന്റെ ജീവിതത്തിന്റെ ഒരു പൂർണ്ണത അവിടെ കാണുവാൻ കഴിയും. And more than that, it is also an area of satisfaction over there. അവിടെ സംതൃപ്തിയുടെ ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. Now, that is what Psalmist David is mentioning, and Paul is very serious when he raises that over here. ഇവിടെ വളരെ പ്രത്യേകമായിട്ട് ദാവീദിന്റെ കാര്യം ഇവിടെ പൗലോസ് പറയുകയാണ്. If you are saved and if you are justified in the eyes of God, ദൈവത്തിന്റെ സന്നിധിയിൽ നാം നീതീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, if you are coming closer through Jesus Christ over here, കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി നാം ദൈവത്തോട് അടുത്ത് വരുമ്പോൾ, it is where you are learning how to say, Lord, I am content in you. ഞാൻ നിന്നിൽ സംതൃപ്തനായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയുവാനായിട്ട് കഴിയും. So Paul is raising our attention, as a community of our faith, be a cheerful Christian. സന്തോഷമുള്ള ഒരു വിശ്വാസിയായിരിക്കുവാനായിട്ട് തക്കവണ്ണം പൗലോസ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. That doesn't mean we have to keep our 32 teeth smiling every time when we see each other. നാം തമ്മിൽ കാണുമ്പോൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് നാം മറ്റുള്ളവരെ കാണണം എന്നുള്ളതല്ല. It doesn't mean whenever we have a problem, it is a difficult life, we have to show a sad expression and go forward. നമുക്ക് പ്രശ്നം വരുമ്പോൾ എനിക്ക് വളരെ any time of our life, whenever someone asks, it is a sad life, we should not go like that. ഏത് നേരത്തും നമുക്ക് പ്രശ്നം മാത്രമാണ് ഉള്ളത് എന്നുള്ള മനോഭാവത്തോടെയല്ല. It is showing I am able to survive one more day because the Lord is helping me. ദൈവം എന്നെ സഹായിക്കുന്നതുകൊണ്ട് ഒരു ദിവസം കൂടെ നമുക്ക് സംതൃപ്തിയോടെ കഴിയുവാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. Now I remember when during the time of exam we were all anxious in our seminary. സെമിനാരിയിലെ പരീക്ഷാ സമയങ്ങളിൽ ഞങ്ങൾ വളരെ ആകാംക്ഷയുള്ളവരായിരുന്നു. And now our professor wanted to help us to overcome our anxiety, and also he was teaching us a theology over there. അവിടെ അതിനെക്കുറിച്ച് ഞങ്ങളുടെ പ്രൊഫസറെ പഠിപ്പിക്കുവാനിടയായി. He walked into the class and he said, ക്ലാസ്സിലേക്ക് കടന്നു വന്ന് താൻ ഇങ്ങനെ പറഞ്ഞു, I am going to give 100 marks to the first person who says I do not want to write the exam.
പരീക്ഷ എഴുതാൻ താല്പര്യമില്ല എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാൻ 100 മാർക്ക് നൽകും എന്ന് താൻ പറഞ്ഞു. Now we all thought it was a prank and we started to hesitate to raise our hand. ഒരുപക്ഷെ താൻ വെറുതെ പറഞ്ഞതാണ് എന്ന് കരുതി ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല. And one person only raised his hand and our professor said, you are awarded 100, you can walk out of the class, the rest of you stay and do the exam. ഒരു വ്യക്തി മാത്രം കൈ ഉയർത്തി തനിക്ക് 100 മാർക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ തനിക്ക് പുറത്തു പോകാം എന്ന് താൻ പറയുകയാണ്. Now that is the day when we learned, when we are given freely in grace also, we do not learn to appreciate that grace over there. അന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, നമുക്ക് കൃപ വളരെ സൗജന്യമായി ലഭിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാകാതെ We do not learn to appreciate what is given freely to us. നമുക്ക് ലഭിച്ച ആ കൃപ എന്താണ്, അതിന് നന്ദി പറയാൻ നമുക്ക് കഴിയുന്നില്ല. We do not learn to be grateful in the eye when we move forward with God over here. ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി തീരുവാൻ നമുക്ക് കഴിയുന്നില്ല. And that is the area where we become unhappy, resentful, grumbling. All those areas of sin start encroaching our Christian life. അവിടെയാണ് നാം വളരെ ദുഃഖത്തോടെയും പിറുപിറുപ്പോടെയും ഉള്ള നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. If there is the gospel that has brought us together as a family this evening, സുവിശേഷം നമ്മെ ഒരു കുടുംബമായിട്ട് ഒരുമിച്ചാക്കിയിരിക്കുന്നുവെങ്കിൽ, may I take this opportunity to raise my voice and say, may we learn to say, Lord, thank you, and let us move forward in cheerfulness over here. ദൈവത്തോട് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. Apostle Paul comes back to our attention. What is a group of a redeemed, or what does it mean to have a restoration in God over here? ദൈവത്തിൽ നാം യഥാസ്ഥാനപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. It is a practical understanding. We should be obedient over here. നാം അനുസരണയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. Because justification reminds us how we should be coming closer with our action by obeying first to God. ദൈവത്തെ അനുസരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അതിലൂടെ നമുക്ക് തെളിയിക്കുവാനായിട്ട് കഴിയും. Coming back to Zephaniah, when we revise through all those chapters, both the two chapters, we understand the people of God, the enemies of God, they were failing to obey God over there. അവിടെ അവർ തൻ്റെ ശത്രുക്കളായിരുന്നവർ ദൈവത്തെ അനുസരിക്കാതിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And when they failed to obey, that is where they entirely got to shatter in their lives over there. അവരനുസരിക്കാതെ വന്നപ്പോൾ അവരുടെ ആത്മീക ജീവൻ തകർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Now justification also reminds us a reminder for being into missional life also we are. നീതീകരണം എന്നുള്ളത് സുവിശേഷ ഘോഷണത്തിൽ ആ വേലയിലും എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. Now we are all getting ready to go. Some of our brethren are ready to travel to Orissa over here. നമ്മുടെ ചില സഹോദരന്മാർ ഒറീസയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. Now let me remind you, we are doing that with the purpose of the Great Commission. I also strongly understand over here. വലിയ ഒരു ദൗത്യത്തോടു കൂടിയാണ് അവിടെ കടന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. But Apostle Paul says the restoration that God brings us closer, it's also a reminder how Paul says in Romans 4 verse 11 to 12. അവിടെ റോമലേഖനം 4-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ നാം കാണുന്നത്. Uncle, can someone read that for us? Thank you, Uncle. There is a reminder how we are called to be a global commitment over here to reach out to others over here. മറ്റുള്ളവരിലേക്ക് എങ്ങനെയാണ് നാം കടന്നു ചെല്ലേണ്ടത് എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. It is not only Great Commission not only starts in Matthew 28 over there. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ നാം കാണുന്ന പോലെയല്ല. It is a reminder God started right from the day when man sinned and moved away from God over there. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ അന്ന് മുതൽ ദൈവം ഇത് ആരംഭിച്ചിരിക്കുന്നു. Dear believers, when we are stepping into missions, it's a reminder we who are justified, we are called to bring others into this justification also by telling them, sharing them what God has made us happy over here. നാം ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ ദൈവം നമ്മെ നീതീകരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നാം മറ്റുള്ളവരെയും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആവശ്യമുണ്ട്. Now that is where the restoration is bringing practical aspects in our Christian life. അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക ചിന്തകളെ കൊണ്ടുവരുന്നു. Now when we start together as a family, what is happening as we read in Revelation 7 verse 9, this is the glorious picture that the Lord is bringing to our attention. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 7 verse 9. 7-ാം അധ്യായം 9-ാം വാക്യം.
Thank you. Now, everyone who are justified, when they reach out to others who are not knowing Christ, when they come to know God, they will all come together from different nations and they will cry out to us, praising God over there. അങ്ങനെ നീതീകരിക്കപ്പെട്ടവരായ നാം മറ്റുള്ളവരെയും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാവരും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. This is the joy that the Lord expects from all Christians over here. എല്ലാ വിശ്വാസികളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന സന്തോഷം ഇതാണ്. Do we have the single purpose to bring people from every nation, tribe, people and language together over here? എല്ലാ ഭാഷയിലും വംശത്തിൽ നിന്നും ജാതികളിൽ നിന്നും വ്യക്തികളെ കർത്താവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് കഴിയുമോ? Are we preparing ourselves with this purpose over here? അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണോ നാം പ്രവർത്തിക്കുന്നത്? As a church, this is where I believe, this is my observation from what I am learning over here. How is God restoring us and how is God expecting this church to grow forward? ദൈവം എങ്ങനെയാണ് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നത്, നാം എങ്ങനെ കർത്താവിൽ വളരുന്നു എന്നുള്ളതും ദൈവം നോക്കുന്നു. Let me conclude with one last point over there. Chapter 3 verse 11, the first portion, that is the second area, the God who is rich in mercy and act of restoration, he preserves the dignity of his people. ദൈവം തൻ്റെ ജനത്തിൻ്റെ dignity. അന്തസ്സ് എങ്ങനെയാണ് കാക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. Chapter 3 verse 11, the first portion, in that day you shall not be shamed for any of your deeds. 11-ാം വാക്യത്തിൽ നാം കാണുന്നത് നിങ്ങൾ ലജ്ജിച്ചു പോകുകയില്ല എന്നുള്ളത്. And this is a reminder how God who created humanity in the image of God, we read and understand through the sin, man became shameful for what he did in the Garden of Eden. ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിലും ഏദൻ തോട്ടത്തിലെ പാപനിമിത്തം അവർ ലജ്ജിതരായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Now the creation of God is defined Imago Dei in the Latin language. ലാറ്റിൻ ഭാഷയിൽ ഇമാഗോ ഡേ എന്നുള്ളതാണ് അതിനുള്ള പദം. Now why is Imago Dei significant when we start to study? It's because it is where God did not create man with any disgust or shame over there. ദൈവം ഒരു തരത്തിലും ലജ്ജയോടുകൂടിയല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ആ വാക്കിന് പ്രാധാന്യമുള്ളത്. Now I remember reading through one of the mythological textbooks of other religions. There we see man was created upon the disgust of gods over there. ദൈവം തൻ്റെ കോപത്തിൽ ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് എനിക്ക് വായിക്കുവാനിടയായി. And this is other religions. മറ്റ് മതഗ്രന്ഥത്തിൽ നിന്ന് വായിക്കാനിടയായി. And there we understand this is where God was so happy. He created man with the joy of understanding he is desiring to be with them. അവരോട് കൂടെ ആയിരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ദൈവം അവരെ സൃഷ്ടിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. So when sin started to taint that glory of God, എന്നാൽ ആ പാപം ആ ദൈവത്തിന്റെ മഹത്വത്തെ ഇല്ലായ്മയാക്കുവാൻ ഇടയായപ്പോൾ, that's where the humanity which God expected is growing dead in over there. അവിടെ മനുഷ്യൻ ആ മരണത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. That is why Apostle Paul says in Romans 5 verse 12 like this, how death spread through all men because all sinned over there. റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം കാണുന്നത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. Because sin impairs believing community or those who are born into this world. Let me say that over here. ഈ ലോകത്തിലേക്ക് ജനിക്കുന്ന ഒരു വ്യക്തിയെ പാപം ഇല്ലായ്മ ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And that's where we need the restoration of God in our Christian life. അവിടെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ യഥാസ്ഥാനപ്പെടുവാനുള്ള ആവശ്യം. And this restoration happens only when God takes a step, and 2000 years ago we can joyfully say God took that step through Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അങ്ങനെ ഒരു പടി എടുത്തു എന്നുള്ളത് നാം കാണുവാനായിട്ട് കഴിയും. Let us praise God once again this evening for the joy he restores us and how he preserves the dignity of his people. ദൈവം തന്റെ ജനത്തിന്റെ അന്തസ്സ് എങ്ങനെയാണ് കാക്കുന്നത് എന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. What we lost in the Garden of Eden through our Lord Jesus Christ, he is restoring us over here. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയത് ദൈവം ഇവിടെ വീണ്ടെടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Because that Imago Dei is very beautiful and he does not want any taint on that image over there. ഇമാഗോ ഡേ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. അവിടെ യാതൊരു പാപവും നമുക്ക്
ഉണ്ടാകുവാനായിട്ട് പാടില്ല. And that's where we see the holiness of God, that beautiful picture in the book of Romans and the epistles as we move forward. ഇവിടെയാണ് ദൈവത്തിൻ്റെ വലിയ വിശുദ്ധിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. Because holiness is not about how it is about only a sanctity, it is the beautiful appearance of God's picture over there. അവിടെ വിശുദ്ധനായ ദൈവത്തിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് അതിലൂടെ കാണുവാനായിട്ട്. If we are not able to see that clearly, that means we are not in a relationship with Christ. അത് വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ദൈവവുമായിട്ട് വ്യക്തമായ ഒരു വ്യക്തിപരമായ ബന്ധമില്ല എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. I conclude by this question: how is our relationship with Christ? നമ്മുടെ ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം എങ്ങനെയുള്ളതാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Shall we introspect it daily in our day-to-day life as we move forward in our Christian journey of faith? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് നമുക്ക് പരിശോധിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് ജീവിക്കാം. We only examined what was the sin of the people. We just revised through the sin of the people and the sin of the nations who are against God over there. ദൈവത്തിനെതിരെ നിന്ന വ്യക്തികളുടെ ആ ജനത്തിൻ്റെ പാപത്തെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കുവാനിടയായത്. And then later we understood two things in connection with God who restores over there. നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ച് രണ്ട് കാര്യം നാം ചിന്തിക്കുകയുണ്ടായി. And firstly we see when God restores, he renews or changes the people's condition over there. മനുഷ്യന്റെ അവസ്ഥയ്ക്ക് ഒരു പുതുക്കം നൽകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. And what does he do like that? Why does he do like that? Because he wants to raise us to a place of prominence from our lowest estate over there. നമ്മുടെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ നിന്നും വളരെ പ്രാധാന്യമുള്ള ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് ആക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. Secondly, it is an area of blessing. What we lost, he is slowly bringing back. That is number one, the dignity over there. നമുക്ക് നഷ്ടപ്പെട്ടത് നൽകി തരുന്നതിലൂടെ ദൈവം വലിയ അനുഗ്രഹങ്ങളെ നമുക്ക് നൽകുകയാണ്. I remember my professor who said, once a person is branded as a thief, lifelong he will be branded as a thief. എൻ്റെ പ്രൊഫസർ പറഞ്ഞു, ഞാൻ ഓർക്കുന്ന ഒരു വ്യക്തി ഒരു കള്ളന് എന്ന് മുദ്ര കുത്തപ്പെട്ടാൽ ജീവിതകാലം മുഴുവൻ അവൻ അങ്ങനെ തന്നെ അറിയപ്പെടും. Even his child who is born in that family, how will the child be known? ഒരു മകൻ അവന് ജനിച്ചാൽ അവൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? The son of a thief. ഒരു കള്ളന്റെ മകൻ എന്നുള്ള നിലയിൽ. The wife will be known as the wife of a thief. ഭാര്യ അറിയപ്പെടുന്നത് കള്ളന്റെ ഭാര്യ എന്നുള്ള നിലയിൽ. The parents will be known as the parents of a thief. മാതാപിതാക്കൾ അറിയപ്പെടുന്നത് ഒരു കള്ളന്റെ മാതാപിതാക്കൾ എന്നുള്ളത്. The brothers or sisters, again the siblings of a thief. സഹോദരന്മാരും അങ്ങനെ തന്നെ അറിയപ്പെടും. Please remember, that was the disgust or the dignity man lost in the glory of God. ദൈവത്തിന്റെ സന്നിധിയിൽ മനുഷ്യൻ നഷ്ടപ്പെട്ടത് അതായിരുന്നു. And when God gave us Jesus Christ, the righteousness of Jesus Christ restored our dignity with him. കർത്താവായ യേശുക്രിസ്തുവിൽ നൽകിയതിലൂടെ ദൈവം അതിനെ വീണ്ടെടുക്കുവാനായിട്ട് ഇടയായി. നമ്മുടെ അന്തസ്സ് വീണ്ടെടുക്കുവാനായിട്ട് ഇടയായി. May we learn to praise God even as we come for worship in the coming Sunday. The Lord who restored our dignity, shall we again remember by praising God and shouting loud with hallelujah that he alone is our savior, and may his name be glorified. അത്തരത്തിൽ നമ്മെ വീണ്ടെടുത്ത ദൈവത്തെ നമുക്ക് ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Amen.